അഹമ്മദാബാദ് വിമാന അപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. അട്ടിമറിക്ക് നിലവിൽ തെളിവ് കിട്ടിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ബോയിംഗ് വിമാനത്തിന്റെ ഫ്യൂവൽ സ്വിച്ചിലെ അപകട സാധ്യതയെക്കുറിച്ച് നേരത്തെ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നുണ്ട്. ഇപ്പോൾ ആർ അച്യുതനിലേക്കാണ് ആദ്യം. അച്യുതൻ, ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു അപകടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ? ഉന്മേഷ്, അഹമ്മദാബാദ് വിമാനാപകടം നടന്ന് കൃത്യം ഒരു മാസം പിന്നിടുമ്പോഴാണ് ഇന്നലെ അർദ്ധരാത്രി AAIBയുടെ അതായത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടടുത്ത നിമിഷം തന്നെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി എന്നതാണ്. അതിലേക്ക് വഴിവെച്ചത് ഇതിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായിരുന്നു എന്നതാണ്. പക്ഷേ പൈലറ്റുമാരുടെ സന്ദേശത്തിലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നതും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് അതിൽ ഈ സംഭവത്തിന് പിന്നാലെ പൈലറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത് ഓഫ് ചെയ്തതെന്ന് രണ്ടാമത്തെ പൈലറ്റിനോട് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ പൈലറ്റ് മറുപടിയായി പറയുന്നത് താനത് ചെയ്തിട്ടില്ല എന്നതാണ്. തൊട്ടടുത്ത നിമിഷം ഈ 2 പൈലറ്റുമാരും ചേർന്ന് ഈ സ്വിച്ചുകൾ ഓണാക്കി വിമാനത്തിനെ ഉയർത്തുവാൻ ശ്രമിച്ചെങ്കിലും ആ വിമാനം ഉയർന്നില്ല, മറിച്ച് നിലം പതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അതായത് ഇത് ഓണാക്കി ത്രസ്റ്റ് കൈവരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു എഞ്ചിനിൽ മാത്രമാണ് ഒരു നേരിയ ത്രസ്റ്റ് കൈവരിക്കാനായി കഴിഞ്ഞത്. രണ്ടാമത്തെ എഞ്ചിന് ആ ത്രസ്റ്റ് കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടി വിമാനം റൺവേയിൽ നിന്ന് 0.9 നോട്ടിക്കൽ മൈൽ അകലെ നിലം പതിക്കുകയാണ് ഉണ്ടായത്. അതായത് ടേക്ക് ഓഫ് കഴിഞ്ഞ് 32 സെക്കൻഡ് മാത്രമാണ് ഈ വിമാനത്തിന് ഫ്ലൈ ചെയ്യാൻ പറക്കുവാനായി സാധിച്ചത് എന്നതാണ്. മറ്റു വശങ്ങളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചു. അതായത് വിമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അമിതഭാരം ഉണ്ടായിട്ടുണ്ടോ, ഇന്ധനത്തിന് എന്തെങ്കിലും പ്രശ്നം നേരിട്ടിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അതിലൊന്നും അസ്വാഭാവികത നിലനിൽക്കുന്നില്ല. ഒപ്പം വിങ്സിലെ ഫ്ലാപ്പിന്റെ ഒരു സ്വഭാവം അതും പരിശോധിക്കുകയുണ്ടായി. അതിലും നിലവിൽ അതെല്ലാം നോർമലാണ്, ആ കണ്ടീഷനെല്ലാം നോർമലാണ്. റാറ്റ് ഓൺ ആയിരുന്നു, അതായത് റാം എയർ ടർബൈൻ ഓൺ ആയിരുന്നു എന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വിമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഊർജ്ജം പൂർണ്ണമായി നഷ്ടമാവുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആകുന്ന സംവിധാനമാണ് റാറ്റ്. അത് ഓണായിരുന്നു, അത് ആക്ടിവേറ്റ് ആയിരുന്നു എന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൈലറ്റുമാരുടെ മികവിന്റെ കാര്യത്തിലും അവരുടെ ആരോഗ്യനില, മാനസിക നില സംബന്ധിച്ചും പ്രശ്നങ്ങളൊന്നും നേരിട്ടിരുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു. അട്ടിമറിക്ക് നിലവിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ AAIB വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. 2 എഞ്ചിനുകളും നിലവിൽ ഹാങ്ങറിൽ സൂക്ഷ്മമായി തന്നെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും വിശദമായ റിപ്പോർട്ടൊടുവിൽ ഇതിന്റെ എന്താണ് ഈ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ആക്കാൻ അല്ലെങ്കിൽ ഓഫ് ആകാൻ ഇടയായത് എന്ത് എന്നത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ നീങ്ങുക. ഉന്മേഷ്, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.